all, welcome to JLearn Net channel. I am Jairam. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 2026 വരാൻ പോകുന്ന നെറ്റ് JRF എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ക്ലാസ് ആണ്. ഓൾറൈറ്റ്, മിഷൻ ലക്ഷ്യ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂണിൽ തന്നെ നമുക്ക് നെറ്റ് ഹോൾഡർ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ എങ്ങനെയാണ് നെറ്റ് ക്ലിയർ ചെയ്യുക? ഈ ജൂണിൽ എക്സാം വരുന്നുണ്ട്. ഇതിപ്പോൾ ഏപ്രിലാണ്, ഏപ്രിലുണ്ട്, മെയ് ഉണ്ട്, ഒരു പക്ഷേ ജൂൺ ലാസ്റ്റ് ഒക്കെ ആണെങ്കിൽ ജൂണിലെ ഒരു 20-25 ദിവസമൊക്കെ നമുക്ക് കിട്ടാം. അത്രയും സമയം നമ്മളുടെ മുമ്പിലുണ്ട്. എങ്കിലും നമ്മളൊരു 50 ദിവസം മുമ്പിലേക്ക് കാണുകയാണ്. അപ്പം എങ്ങനെ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഈ സിലബസ്, ഒരു PG സിലബസ്, നമ്മളൊക്കെ പഠിച്ച PG സിലബസിനേക്കാൾ കൂടുതൽ ടോപ്പിക്സ് ഉണ്ട്. ജനറൽ പേപ്പർ ഉണ്ട്, അത് കൂടാതെ തന്നെ സബ്ജക്ട് പേപ്പറിലായാലും എന്താണ്, ഒരു PG സിലബസിനേക്കാൾ കൂടുതൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും. കാരണം PG സിലബസ് ആരുണ്ടാക്കുന്നതാണ്? ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതാണ്. വേറെ യൂണിവേഴ്സിറ്റിക്ക് വേറൊരു സിലബസ് ഉണ്ടാവും. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ സിലബസിന്റെ ഒരു ആകത്തുകയായിരിക്കും എന്ത്, നെറ്റ് സിലബസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ടോപ്പിക്കിനേക്കാൾ കൂടുതൽ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ റിവൈസ് ചെയ്യാം, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കുന്നു. ഈ റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു എൻ്റയർ PG സിലബസും ജനറൽ പേപ്പറും ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിവിഷൻ എന്നുള്ളതും ചെയ്യുന്നതിന് ഒരു സ്ട്രക്ചർ ഉണ്ടാകണം, ഒരു പ്ലാൻ ഉണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ എന്തുകൊണ്ട്, അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്തുകൊണ്ട് ജൂൺ? ഈ ജൂൺ എന്നുള്ളത് നമ്മുടെ അക്കാഡമിക് കരിയറിൽ, അക്കാഡമിക് കലണ്ടറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. സ്കൂളുകൾ തുറക്കുന്നത് ജൂണിലാണ്, അതുപോലെ തന്നെ കോളേജും തുറക്കുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്താണ് കോളേജസ് റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ആൻ അക്കാഡമിക് ഇയർ ആണ്. ആ സമയത്ത് നിങ്ങളൊരു നെറ്റ് ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ എവിടെയും വേക്കൻസികൾ ഉണ്ടാവും, പലയിടത്തും വേക്കൻസീസ് ഉണ്ടാവും. ഒരു വർഷം നിങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് പോകാം, എന്നിട്ട് PhDക്കൊക്കെ പോകാം, അല്ലെങ്കിൽ മറ്റൊരു പ്ലാനിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു വർഷം എന്നുള്ളത് നിങ്ങൾക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് CV ആഡ് ചെയ്യാം. നിങ്ങൾ ഇനി ഒരു പെർമനന്റ് പോസ്റ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ 1 year എക്സ്പീരിയൻസ് എന്നുള്ളത് മറ്റൊരു കാൻഡിഡേറ്റിനെക്കാട്ടിലും ഒരു 1-2 മാർക്ക് കൂടുതൽ ലഭിക്കാനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ മുന്നിൽ കണ്ടുകൊണ്ട് ജൂൺ, ജൂലൈയിൽ തന്നെ നിങ്ങൾക്ക് ഒരു നെറ്റ് ഹോൾഡർ ആവാൻ പറ്റുവാണെങ്കിൽ that will be great. Okay, അടുത്തത് സ്റ്റാർട്ടിംഗ് ഓഫ് PhD അപ്ലിക്കേഷൻസ് ആണ്. PhD അപ്ലിക്കേഷൻസ് ഇന്ന് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റിയിലും 2 സൈക്കിളായിട്ട് അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. അതായത് ജൂണിലും നടക്കും, അതുപോലെ തന്നെ ജനുവരിയിലും നടക്കും, അല്ലെങ്കിൽ ഓഗസ്റ്റിലും നടക്കും, ഫെബ്രുവരി, മാർച്ചിലായിട്ടും നടക്കാറുണ്ട്. ഇങ്ങനെ 2 സൈക്കിൾ ഉണ്ട്. അല്ലാത്ത പക്ഷം എന്താണ്, പൊതുവേ ഒരു ഓഗസ്റ്റ്, ഡിസംബർ സമയത്താണ് പൊതുവെ പല യൂണിവേഴ്സിറ്റികളിലും PhD അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ നെറ്റ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഒന്നില്ലെങ്കിൽ ക്വാളിഫൈഡ് ഫോർ PhD അഡ്മിഷൻസ് അതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PhDയിലേക്ക് കയറാം. നെറ്റ് ഉണ്ടെങ്കിൽ സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. JRF തന്നെ വേണം എന്നില്ല സ്റ്റൈപ്പൻഡ് കിട്ടാൻ. അതില്ലാണ്ടും സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈവൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അമൃത യൂണിവേഴ്സിറ്റി, എട്ടിമടയിൽ, നമ്മുടെ പാലക്കാടിനപ്പുറമുള്ള കോയമ്പത്തൂർ പാലക്കാട് ബോർഡറിലുള്ള എട്ടിമടയിലുള്ള അമൃത യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ട്, നെറ്റ് ഹോൾഡേഴ്സിന് സ്റ്റൈപ്പൻഡ് ഉണ്ട്. ഓക്കെ, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. 30,000+ സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മതി നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റിസർച്ച് ചെയ്യാൻ. ഓൾറൈറ്റ്, മറ്റൊന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നെറ്റ് ഹോൾഡേഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം. പെർമനന്റ് UGC സ്കെയിലിൽ ഗവൺമെന്റ് ലെക്ചറർ ആവാം. ദാറ്റ് ഈസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനായിട്ടുള്ള ഒരു അവസരമാണ്. PhD ഇല്ല, ഇപ്പോൾ PhD ഇല്ല എന്നുള്ളതൊന്നും ഒരു പോരായ്മയല്ല. നെറ്റ് ഉണ്ടെങ്കിൽ, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്കുള്ളതാണ്. നമ്മളുടെ പല സർക്കാർ കോളേജുകളിലുള്ള അധ്യാപകർക്ക് ഇപ്പോഴും എന്തില്ല, PhD ഇല്ല. അവരൊക്കെ ആ എക്സാമിൽ ടോപ്പ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഓൾറൈറ്റ്, ബട്ട് നെറ്റ് എന്നുള്ളത് മാൻഡേറ്ററി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, മറ്റൊരു കാര്യമാണ് ഏർലിയർ ദ ബെറ്റർ. നിങ്ങൾ PGക്ക് പഠിക്കുന്ന സമയമായിരുന്നു നെറ്റ് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല സമയം. കാരണം എന്താണ്, PG എന്നുള്ളത് 4 സെമിസ്റ്റർ ആണ് അല്ലേ. ഓരോ സെമിസ്റ്ററിൽ നിങ്ങൾ 25%, കാൽഭാഗം, സിലബസിന്റെ കാൽഭാഗം, ഏതാണ്ട് നെറ്റിന്റെ സിലബസും സെയിം തന്നെയാണ് PGയുടെ അല്ലേ, ചെറിയ വ്യത്യാസങ്ങളാണ് വരിക. അപ്പോൾ ഒരു PG സിലബസിന്റെ കാൽഭാഗം നിങ്ങൾ ഓരോ സെമിസ്റ്ററിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ കാൽഭാഗം നിങ്ങൾ കോളേജിൽ പഠിക്കുന്നുണ്ട്. ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, നിങ്ങൾക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതിയായിരുന്നു. അത് പോയി കഴിഞ്ഞവരാണ് എങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ള സമയത്ത് നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, എത്രയും വേഗം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും എളുപ്പത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു കരിയർ ഡ്രീം കരിയറിലേക്ക് എത്താനായിട്ട്
സാധിക്കും. ഓക്കെ, ഇത് ഞാൻ പറയാനായിട്ടുള്ള കാര്യം, ഏർലിയർ ദ ബെറ്റർ എന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താണ്? ഇപ്പോൾ ഗൈഡ്ഷിപ്പ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു അധ്യാപകന് അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ ഒരുപക്ഷെ 3 പേര്, അസോസിയേറ്റ് ആണെങ്കിൽ 5 പേര്, പ്രൊഫസർഷിപ്പ് ഉള്ളവരാണെങ്കിൽ 6 7 അങ്ങനെയൊക്കെയല്ലേ കണക്ക് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഫില്ലായി കഴിഞ്ഞാൽ ഓരോ സൈക്കിളിലും സ്റ്റുഡൻസിനെ ഓരോ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ പ്രൊഫസർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏർലിയർ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ലോട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ലേറ്റ് ആവും തോറും എന്താണ്, നമുക്കവിടെ ഒരു സീറ്റ് PhD അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ഇത് പോകും. ജോലിക്കാണെങ്കിലും ഇന്നത്തെ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, PSC വഴി മാത്രമല്ല നിങ്ങൾക്ക് ജോലിയുള്ളത്. നല്ല നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ഇല്ലാന്നേ ഉള്ളൂ. കേരളത്തിലും അതിനുള്ള അപ്രൂവൽ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുള്ള അപ്രൂവൽ ആകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ UGC സ്കെയിലിനേക്കാൾ കൂടുതൽ സാലറി കൊടുക്കുന്ന ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അവിടെയൊക്കെ വേണ്ടത് നെറ്റ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഗസ്റ്റ് ആയിട്ട് പോകാനാണെങ്കിൽ, അവിടെ പെർമനന്റ് ആയിട്ട് പോകാനാണെങ്കിൽ PhD പ്ലസ് പബ്ലിക്കേഷൻ എന്നുള്ളത് ഒരു നിർബന്ധം ഉള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് JRF ആണ്. ഓൾറൈറ്റ്. മാത്രമല്ല നെറ്റ് എന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് എ ലൈഫ് ടൈം ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഒരു തവണ നെറ്റ് എടുത്താൽ മതി, ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളുടെ CV-ൻ്റെ സൈഡിൽ MA പോലെയാണ്, MA നെറ്റ് അല്ലെങ്കിൽ MSc നെറ്റ് എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. JRF ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കാം. അപ്പോൾ 50 ദിവസമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരുപക്ഷെ അതിൽ കൂടുതൽ കിട്ടിയേക്കാം. പക്ഷെ 50 ദിവസത്തെ ഒരു പ്ലാൻ നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ 50 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ലൈഫ് ടൈം ക്വാളിഫിക്കേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ലൈഫ് ടൈം ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഈ വരുന്ന ഒരു 50 ദിവസം 4 മണിക്കൂർ വർക്ക് ചെയ്തുകൂടെ, 4.5 മണിക്കൂർ വർക്ക് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ജൂണിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അക്കാഡമിക് ഇയറിൻ്റെ തുടക്കമാണ്. PhD അഡ്മിഷൻ സൈക്കിളിൻ്റെ തുടക്കമാണ്. മാത്രമല്ല എത്രയും നേരത്തെ നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും വേഗം നിങ്ങൾക്ക് ആ ഒരു സ്ലോട്ടിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. അത് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിക്കോട്ടെ, പെർമനൻറ്റ് ഫാക്കൽറ്റി ആയിക്കോട്ടെ, PhD സീറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ജൂണിൽ തന്നെ നിങ്ങൾ നേടണം. ഈ നെറ്റ് എക്സാം ആയാലും കേറ്ററ്റ് എക്സാം ആയാലും സെറ്റ് എക്സാം ആയാലും ഉള്ളൊരു മേജർ പ്രോബ്ലം എന്താണെന്നറിയോ? കൊല്ലത്തിൽ 2 തവണ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. കാര്യം എന്താണ്? 2 തവണ വരുമ്പോൾ ഇത് പോട്ടെ, അടുത്തതിൽ പിടിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അടുത്തതിലുള്ള ആ ഒരു പിടുത്തം ഒരിക്കലും ഉണ്ടാവില്ല. അതും നമ്മൾ ഡിലേ ആവും. അവസാനത്തെ 2 മാസം ആകുമ്പോൾ നമ്മൾ വീണ്ടും പറയും അടുത്തതിൽ നോക്കാം. പിന്നെന്താണ്? പഠിക്കാതെ അല്ലെങ്കിൽ ഒരു 30% ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പോയി ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതും, അതിൽ നമ്മൾ തോക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് പോകും. ഇതാണ് പൊതുവേ നെറ്റ് സ്റ്റുഡൻസിൽ കാണുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ 50 ദിവസം നിങ്ങളൊരു നല്ല പ്ലാൻ വെച്ച് പഠിക്കുകയാണെങ്കിൽ, നെറ്റ് എക്സാം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. JRFന് മേ ബി കുറച്ചും കൂടി ഒരു എഫേർട്ട് വേണ്ടി വരും. പക്ഷെ 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നെറ്റ് ഉറപ്പിക്കാവുന്നതാണ്. കാരണം അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഞാൻ സെക്കൻഡ് സെമിസ്റ്റർ പഠിക്കുന്ന സമയത്ത് നെറ്റ് ഇതുപോലെ ഒരു 2 മാസം ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തത്. ഓക്കെ, PG എനിക്കൊരു പുതിയ സബ്ജക്റ്റ് ആയിരുന്നു. ഞാൻ ഡിഗ്രി പഠിച്ച സബ്ജക്റ്റ് അല്ല ഞാൻ PGക്ക് പഠിച്ചത്. എങ്കിലും എനിക്കൊരു ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമിസ്റ്ററിൽ എഴുതിയപ്പോൾ തന്നെ എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. ദാറ്റ് ഇസ് ബിക്കോസ് ഐ ഹാഡ് എ ക്ലിയർ പ്ലാൻ. ഈ നെറ്റ് എക്സാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത്, PYQ എടുത്ത് നോക്കുന്ന സമയത്ത് PGക്ക് പഠിച്ച പോലെയല്ല നെറ്റിന് പഠിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അതിന് വേണ്ട രീതിയിലേക്ക് പഠിത്തത്തെ ഒന്ന് മാറ്റി. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഹൗ ടു ക്ലിയർ നെറ്റ് എക്സാം. ഈ നെറ്റ് എക്സാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്? അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാം. ഈ എക്സാം എന്താണെന്ന് അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് സിവിൽ സർവീസ് UPSC എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ നെറ്റ് എക്സാം പഠിക്കുന്ന പോലെ പഠിച്ചിട്ടൊരു കാര്യമില്ല. അതിലും എന്തുണ്ട്? ഒരു ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. ഏകദേശം ഒരു PG ലെവലിലുള്ള ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം. അത് എന്ത് സബ്ജക്റ്റ് ആകാം? സോഷ്യോളജി ആകാം, ഹിസ്റ്ററി ആകാം, ജോഗ്രഫി ആകാം, പോളിറ്റി ആകാം, എന്തും പഠിക്കാം, പൊളിറ്റിക്കൽ സയൻസ് ആകാം. പക്ഷേ അവിടെ നമുക്ക് എസ്സേസ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി PG എക്സാം ആണെങ്കിൽ എന്താണ്? അവിടെ എസ്സേസ് ആണ് വേണ്ടത്. UGC നെറ്റിന് നമുക്ക് അതാണോ വേണ്ടത്? അതല്ല വേണ്ടത്. വാട്ട് വി നീഡ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അല്ലേ? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഈ എക്സാമിൻ്റെ ഡിമാൻഡ് എന്താണ്? എക്സാം നിങ്ങൾ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? എന്ത് രീതിയിലാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു നേച്ചർ എന്താണ്? കട്ട് ഓഫ് എന്താണ്? PYQs വഴിയൊക്കെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം. കട്ട് ഓഫ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റിന് 6% പേരെ ജയിപ്പിക്കാൻ വേണ്ടിയും JRF 1% പേരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റഫ്ലി കട്ട് ഓഫ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഴുതുന്ന ആളുടെ എണ്ണം അനുസരിച്ച് സബ്ജക്റ്റ്
എന്താണ് കട്ട് ഓഫ് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ കോമ്പറ്റീഷൻ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇംഗ്ലീഷിനൊക്കെ ആണെങ്കിൽ പൊതുവെ ഹയർ കട്ട് ഓഫ് വരും. 300-ലാണ് വരുന്നത്, 300-ലാണ് വരുന്നത്. 300-ൽ നെറ്റ് കിട്ടാനായിട്ട് പലപ്പോഴും എന്താണ് ഒരു 180 ഒക്കെയാണ് വേണ്ടത്. JRF കിട്ടാനായിട്ടാണെങ്കിലോ JRF കിട്ടാനായിട്ട് ഒരു 200 to 220 ആണ് പല സബ്ജക്റ്റിനും വേണ്ടി വരുന്നത്. ഓക്കെ, നെറ്റ് കിട്ടാനായിട്ട് 180 to 190 ഔട്ട് ഓഫ് 300 മിക്ക സബ്ജക്റ്റിനും. ജനറൽ ഒരു ആവറേജ് ഞാൻ പറയുകയാണ്. ചില സബ്ജക്റ്റിനൊക്കെ എന്താണ് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് മാറി. ഇത് ജനറലിൻ്റെ ഒരു കാറ്റഗറിയിലാണ് ഞാൻ പറഞ്ഞത്. OBC ആകുമ്പോൾ ഇതിൽ നിന്നും ചിലപ്പോൾ ഒരു 10-15 മാർക്കൊക്കെ കുറയാം. SC/ST വരുമ്പോഴത്തേക്ക് ഒരു 20 മാർക്സ് വ്യത്യാസം വരും രണ്ടെണ്ണത്തിൽ. അപ്പോൾ ചില സബ്ജക്റ്റിനൊക്കെ എന്താണ് ജനറൽ കാറ്റഗറിക്ക് തന്നെ 160 മതി നെറ്റ് കിട്ടാൻ. അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. ചില കൊല്ലങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസിനൊക്കെ വളരെ കുറവാണ്, ലോയ്ക്ക് വളരെ കുറവ് വരാറുണ്ട്. അതേസമയം ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റിന്, പൊളിറ്റിക്കൽ സയൻസിനൊക്കെ കൂടുതൽ പേര് എഴുതുന്ന സമയത്ത് എന്താണ് കോമ്പറ്റീഷൻ കൂടും അല്ലേ. കൂടുതൽ പേര് ഒരു ലക്ഷ്യത്തിന് വേണ്ടി 6% എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ കട്ട് ഓഫ് കൂടും, കോമ്പറ്റീഷൻ കൂടും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ UGCയുടെ സൈറ്റിൽ നിന്നുള്ള PDF-ൻ്റെ ലിങ്ക് ഞാൻ തരാം. അതിൽ നിങ്ങൾ കഴിഞ്ഞ എക്സാം, അതായത് 2025 ഡിസംബർ, ഈ കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞ എക്സാമിൻ്റെ കട്ട് ഓഫ് നോക്കുക. അതുപോലെ തന്നെ ജൂൺ എക്സാമിൻ്റെയും 2025 ജൂൺ എക്സാമിൻ്റെയും കട്ട് ഓഫ് നോക്കുക. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ടാർഗറ്റ് എത്രയാണെന്ന് ഉണ്ടാക്കിയെടുക്കുക. അതിൽ നിന്നൊരു 10 മാർക്കും കൂടെ കൂടുതൽ പ്ലസ് 10 മാർക്സും കൂടെ ടാർഗറ്റ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 230 to 240 എന്തായാലും വാങ്ങിയിരിക്കണം ഔട്ട് ഓഫ് 300. ഇങ്ങനെ ഒരു മാർക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് JRF തന്നെ എത്തും. JRF കിട്ടിയാൽ ഇന്നത്തെ കാലത്ത് എന്തുള്ളൂ, നമുക്കൊരു അക്കാഡമിക് കരിയറിലേക്ക് സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, യു നോ ഓൾ ദാറ്റ്. ഇനി എക്സാമിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡിമാൻഡ് എന്താണ്? എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത് എന്താണെന്ന് അറിയണം. അതായത് സിലബസിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ യൂണിറ്റ് 1ൻ്റെ അകത്ത് സബ് ഹെഡിങ് ആയിട്ട് ഒരു കാര്യം ഉണ്ടാവും, അതിൻ്റെ ഒരു ഹെഡിങ് ഉണ്ടാവും. ആ ഹെഡിങ്ങിൻ്റെ ഇടയിൽ കുറേ വേർഡ്സ് ഉണ്ടാവും അല്ലേ, കുറേ കാര്യങ്ങളുണ്ടാവും. ഓരോ ടോപ്പിക്കിൻ്റെ അടിയിൽ എത്ര സബ് ഹെഡിങ് വരുമെന്ന് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അതിൽ ചിലപ്പോൾ ഒരു മെയിൻ ഹെഡിങ് ആയിരിക്കും, ആ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും, ആ കൺസെപ്റ്റിൻ്റെ അടിയിൽ വരുന്ന സബ് കൺസെപ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പഠിക്കുകയാണ് എങ്കിൽ ബ്രാഞ്ചിങ് ഔട്ട് മെത്തേഡ് എന്നാണ് ഇതിന് പറയാം. ബ്രാഞ്ചിങ് ഔട്ട്. ഓക്കെ, നിങ്ങളുടെ ആ സിലബസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വികസിപ്പിക്കാം. ഓക്കെ, വികസിപ്പിക്കുന്ന സമയത്ത് എസ്സേ എഴുതാനുള്ള രീതിയിലല്ല നിങ്ങൾ വികസിപ്പിക്കുന്നത്. ഇവിടെ ഒരു നെയിം ഉണ്ടാവും, ഇവിടെ ഒരു നെയിം ഉണ്ടാവും, ഇതിൻ്റെ അടിയിലേക്ക് നെയിം, കൺസെപ്റ്റിൻ്റെ നെയിംസ്. അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ ഡെപ്തിലേക്ക് വേണ്ട, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യാനുള്ള ഡെപ്തിലേക്ക് നിങ്ങൾക്ക് നെറ്റ് എക്സാം ഡിമാൻഡ് ചെയ്യുന്നില്ല. അതാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞത്. എക്സാം എന്താണ് ആവശ്യപ്പെടുന്നത്, അതാണ് ഡിമാൻഡ് അല്ലേ. എക്സാം ആവശ്യപ്പെടുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ഒരു PG ലെവലിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനായിട്ട് ഈ ഒരു ഡിമാൻഡ് മതിയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. മൊത്തത്തിലുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് ഇതാണിപ്പോൾ ഉള്ളത്. ഓക്കെ, അത് നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മതി. നമുക്ക് എന്ത് ചെയ്താൽ മതി, A B C D ഇവിടെ ക്വസ്റ്റ്യൻ വരും, ഇതിൽ ഇതാണോ എന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസെപ്ച്വൽ ഡെപ്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നെറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്, തൽക്കാലം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് പോകരുത്. പക്ഷേ അറിയുന്ന ഓരോ സബ് ടോപ്പിക്കിൻ്റെയും അതിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ അനുസരിച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്നതാണ് ഓപ്ഷൻ, മറ്റേത് 4 അല്ല. എലിമിനേഷൻ മെത്തേഡൊക്കെ വളരെ ഈസി ആവും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, നോ നെഗറ്റീവ് മാർക്സ്. അതാണ് ഈ എക്സാമിൻ്റെ നേച്ചർ. സോ വാട്ട് യു നീഡ് ഇസ് സിലബസ് കവറേജ് എന്നുള്ളതാണ്. ഓക്കെ, സബ്ജക്ട് പേപ്പറിൻ്റെ സിലബസ് മാക്സിമം കവർ ചെയ്യുക. ഡെപ്ത് അല്ല നമുക്ക് വേണ്ടത്. ഡെപ്ത് കിട്ടിയാൽ നിങ്ങൾ നല്ല സ്കോളർ ആവും, അതാണ് സത്യം. പക്ഷെ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ഡെപ്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടേ, വിഡ്ത്ത് പരമാവധി വൈഡായിട്ട് സിലബസ് കവർ ചെയ്യുക. സിലബസിൽ 1-2 യൂണിറ്റും ഒക്കെ എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട് പോകുന്ന സ്റ്റുഡൻസിനെ എനിക്കറിയാം.
ആ യൂണിറ്റൊക്കെ ഞാൻ വിട്ടു, അങ്ങനെയുള്ളവർ നെറ്റ് ക്ലിയർ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ യൂണിറ്റ് അറിയില്ല, ആ യൂണിറ്റ് ഇഷ്ടമല്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ കൂടുതൽ തിയറി ഉള്ളൊരു യൂണിറ്റ് എന്ത് ചെയ്യും, വിടും. ആ യൂണിറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ 12 മാർക്ക് വരുന്നത്. അങ്ങനെ 2 യൂണിറ്റും കൂടെ ചേർത്തിട്ട് ഒരു 18 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നെറ്റ് ക്ലിയർ ചെയ്യില്ല. കാരണം ബാക്കി യൂണിറ്റിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയുന്ന യൂണിറ്റിന് ചിലപ്പോൾ ചിലർ കൂടുതൽ ഡീപ്പായിട്ട് പോകും. അറിയുന്ന യൂണിറ്റ് ചിലർ എന്ത് ചെയ്യും, വളരെ ഡീപ്പായിട്ട് പഠിക്കും. അറിയാത്ത യൂണിറ്റ് വിടും. അതല്ല ചെയ്യേണ്ടത്. എല്ലാം നല്ല വിട്ടിൽ പഠിക്കുക, വളരെ ഡെപ്തിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ PhDക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഡെപ്തിലേക്ക് പോവാം. അല്ലെങ്കിൽ PGയുടെ നിങ്ങളൊരു തീസിസ് എഴുതുമല്ലോ, ഒരു സെമിനാർ പേപ്പർ എഴുതുന്നുണ്ട്, ആ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് വളരെ ഡെപ്തിലേക്ക് പോവാം. അല്ലെങ്കിൽ PG പഠിക്കുന്നതിന് നമ്മൾ ഓരോ സെമിസ്റ്ററിലും വളരെ ഡീപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഈ എക്സാമിന് ഒബ്ജക്റ്റീവ് എക്സാമാണ്, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്. നിങ്ങൾക്ക് ഒരു സെൻറ്റൻസ് പോലും എഴുതണ്ട, വേർഡ്സ് മാത്രം മതി, കൺസെപ്ച്വൽ ക്ലാരിറ്റി മാത്രം മതി നെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്. സോ ഫോക്കസ് ഓൺ വിഡ്, ഫോക്കസ് ഓൺ കവറിങ് ദി എൻറ്റയർ നെറ്റ് പേപ്പർ, നോട്ട് ഓൺ ഗോയിങ് ഇൻ ദ ഡെപ്ത്സ് ഓഫ് എ ടോപ്പിക് ഓർ എ സബ് ടോപ്പിക്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പോകാനാണെങ്കിൽ PhD പോസ്റ്റ് ഡോക്ക് ഒക്കെ അങ്ങനെ പോവാം. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നെറ്റ് ക്ലിയർ ചെയ്യില്ല. നെറ്റ് ക്ലിയർ ചെയ്യാൻ മാക്സിമം സിലബസ് കവറേജ് ആണ് വേണ്ടത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. മറ്റൊരു കാര്യമാണ് ജനറൽ പേപ്പർ വേഴ്സസ് സബ്ജക്ട് പേപ്പർ. ജനറൽ പേപ്പറിൽ വരുന്നത് എന്താണ്? ജനറൽ പേപ്പറിൽ വരുന്നത് 10 യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഈ 10 യൂണിറ്റിൽ മാത്സ് എത്ര മാർക്കിന് വരുന്നുണ്ട്? മാത്സ് കംസ് ഫോർ 20 മാർക്സ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും മാത്തമാറ്റിക്കൽ എബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അത്രയും വരുന്നുണ്ട്. ലോജിക്കൽ റീസണിങ്, മറ്റേ വെൻ ഡയഗ്രം ഒക്കെ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്ഥിരം വരുന്നത്. ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു 4 മാർക്കിനുള്ള ചോദ്യം സ്ഥിരം വരാറുണ്ട്. മിനിമം 2 മാർക്കിൻ്റെ ചോദ്യമെങ്കിലും വരാറുണ്ട്. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. മാത്സിലേക്ക് വരുമ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രാഫ് പോലെയുള്ള സാധനമാണല്ലോ സ്ഥിരം വരിക. ഗ്രാഫ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ, അത് വച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി മാത്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആവറേജ് ആയിരിക്കാം, റേഷ്യോ ആയിരിക്കാം, പൊതുവെ വരുന്നതാണ്. ആവറേജ് വരാം, റേഷ്യോ വരാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ അറിത്തമെറ്റിക് ആണ് കൂടുതലും നോക്കുന്നത്. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കണം. ഓൾറൈറ്റ്, അപ്പോൾ മാത്തമാറ്റിക്കൽ എബിലിറ്റി നിങ്ങൾക്ക് ബേസിക് നമ്പർ സിസ്റ്റം തൊട്ടുള്ള ക്ലാസ്സസ് നമുക്ക് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ബേസ് തൊട്ട് നിങ്ങൾ കറക്റ്റ് ആക്കി പോവുക. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സ് ഒന്നും വരില്ല. ഇപ്പോൾ ഒരു PSC ലെവലിലുള്ള മാത്സ് ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരു 7ാം ക്ലാസ് ലെവലിൽ വരെയുള്ള മാത്സ് മാത്രമേ മാക്സിമം ചോദിക്കുന്നുള്ളൂ. 7, 8 വരെയുള്ള മാത്സേ ചോദിക്കുന്നുള്ളൂ. അത് ക്ലിയർ ആക്കിയാൽ മാത്രമേ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മാത്സ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, പറ്റില്ല. മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ കിട്ടുള്ളൂ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ വളരെ ഈ പറയുന്ന സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്. കൂടുതൽ എന്താണ് വരുന്നത്? മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, മാത്സിലായാലും 10 മാർക്കും നിങ്ങളൊന്ന് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ് ക്ലിയർ ചെയ്യില്ല. അതേസമയം അതൊന്ന് ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു കാര്യമാണ് ലോജിക്കൽ റീസണിങ്. വെൻ ഡയഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഫിലോസഫി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമായിട്ട് ആ ഒരു ടേംസ് ഒക്കെ കേൾക്കുന്നവർക്ക്, അല്ലെ, ഫാലസി ഒക്കെ കേൾക്കുന്നവർക്ക് അതിൻ്റെ സംസ്കൃത പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷെ അതൊരു രസമായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ് കോംപ്രിഹെൻഷൻ പാസേജ്. നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് ആണ് നോക്കുന്നത്. അവിടെ പാസേജ് ഓൾറെഡി തന്നിട്ടുണ്ട്, അതായത് ഉത്തരം അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളത് മര്യാദയ്ക്ക് നോക്കി എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ചില മെത്തേഡ്സ് ഉണ്ട്. എന്താണ്? സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡ്സ് ഉണ്ട്. മുഴുവൻ പാസേജും അരമണിക്കൂർ എടുത്ത് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം പോകും, മാത്സ് ചെയ്യാൻ പിന്നെ സമയം ഉണ്ടാവില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ്. കോംപ്രിഹെൻഷനിലാണെങ്കിലും മുഴുവൻ പാസേജ് ഇരുന്ന് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താൻ നോക്കരുത്. ചോദ്യത്തിൽ നിന്ന് പാസേജിലേക്ക് പോവുക. അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇതിൽ കുറച്ച് എന്തുണ്ട്? ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്, കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. ബ്ലൂംസ് ടാക്സോണമി, അങ്ങനെ കുറച്ച് കൺസെപ്ച്വൽ ടേംസ് വരുന്നുണ്ട്. ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ പല ലെവലിലും ചോദിക്കാം. സിലബസിൽ കുറച്ചേ ഉള്ളൂ, പക്ഷെ കുറച്ചും കൂടി വൈഡായിട്ട് പഠിക്കുക. കാരണം ഈ കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? ആ സിലബസിൽ നിന്നും കടന്ന് അടുത്ത ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓൾറൈറ്റ്,
റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലാണെങ്കിലും ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയിട്ട് ക്ലാരിറ്റി ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ അതിൽ ക്ലാരിറ്റി ഉണ്ടാവുക, അതിലൊക്കെ കുറച്ച് കൺസെപ്ച്വൽ ടേംസ് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ മോഡൽസ് വരുന്നുണ്ട്, അതിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് വരുന്നുണ്ട്, അതൊക്കെ പഠിക്കുക. ഓക്കെ, പിന്നെ ജനറൽ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് ICT, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ. ഈ മൂന്നും എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ടോപ്പിക്സ് ആണ്. സത്യം പറയാലോ, വളരെ ബോറിംഗ് ടോപ്പിക്സ് ആണ്. കാരണം മെമ്മറി ബേസ്ഡ് ആണ്. ദീസ് ആർ മെമ്മറി ബേസ്ഡ്. ഓക്കെ, ഇതൊന്നും കൺസെപ്ച്വൽ അല്ല, മെമ്മറിയാണ്. അതുകൊണ്ട് അത് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ആഴ്ച കൂടുമ്പോഴും അതൊന്ന് എടുത്ത് റിവൈസ് ചെയ്യാം. ഈ 3 ടോപ്പിക്സും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് പഠിക്കാവുന്ന ടോപ്പിക്സേ ഉള്ളൂ. ഒരാഴ്ച വേണ്ട, 5 ദിവസം കൊണ്ട് പഠിക്കാവുന്ന ടോപ്പിക്സേ ഉള്ളൂ. പിന്നെ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ബിക്കോസ് ദാറ്റ് ഈസ് മെമ്മറി ബേസ്ഡ്. അതേസമയം വെൻ ഡയഗ്രാം വെച്ച് സോൾവ് ചെയ്യുക, മാത്സ് വെച്ച് സോൾവ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കൺസെപ്ച്വൽ ആണ്. കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ്സ് വാട്ട് യു ക്യാൻ ഡു. ഓക്കെ, ഇന്ത്യൻ ഫിലോസഫി എന്നുള്ളത് അഗെയിൻ കുറച്ച് മെമ്മറി ബേസ്ഡ് ആണ്. അതിന് കുറച്ച് ബേസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മെമ്മറി വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതും റിവിഷൻ അത്യാവശ്യമാണ്. ഈ ജനറൽ പേപ്പറിലേക്ക് വരുന്ന സമയത്ത് 100 മാർക്കാണ് 300-ലുള്ളത് അല്ലേ? 100 മാർക്കാണ് നിങ്ങൾക്ക് 300-ൽ ഉള്ളത്. അതിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഒരു 86+ ടാർഗറ്റ് ചെയ്യണം. 86 കൂടുതൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ പറഞ്ഞു 200 നമുക്ക് JRF കിട്ടാൻ വേണ്ടത്, അല്ലെങ്കിൽ 210 വേണ്ടത്. നിങ്ങൾക്ക് ഓൾറെഡി 86 ഇവിടെ ഉണ്ട് എങ്കിൽ, 86 ഔട്ട് ഓഫ് 100 നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ, സബ്ജക്ട് പേപ്പർ ഒന്ന് ടഫ് ആവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് പറ്റും? സബ്ജക്ട് പേപ്പറിൽ നിങ്ങൾക്കൊരു 120 ഒക്കെ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും 120 കിട്ടുന്നുള്ളൂ. 120 എന്ന് പറയുന്നത് 60%. PG പഠിച്ചവർക്ക് 60% മാർക്ക് വാങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ 70% വാങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ 5 കൊല്ലം പഠിക്കുന്ന സബ്ജക്റ്റാണ്, ഡിഗ്രിയും PGയും ചേർത്ത് 5 കൊല്ലമായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റാണ്. അതിൽ 60% വാങ്ങാൻ, 120 മാർക്ക് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല, അതുകൊണ്ട് അത് എളുപ്പമാണ്. അതേസമയം ജനറൽ പേപ്പറിൽ നിങ്ങളൊരു 80 above 86 above ഒക്കെ വാങ്ങുകയാണെങ്കിൽ 80 എന്ന് കൂട്ടിക്കോളൂ. 80 + 120 നിങ്ങൾക്ക് എത്ര കിട്ടും? ഇവിടെ എഴുതാം, 80 + 120 യു ഗെറ്റ് 200. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് ആക്ച്വലി പാസ് ചെയ്തത്. ജനറൽ പേപ്പറിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തു. സബ്ജക്ട് പേപ്പർ എല്ലാം ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി പഠിച്ചു. വളരെ ഡെപ്ത് ആയിട്ടൊന്നും പഠിച്ചു പോയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ 2nd സെമിസ്റ്ററിലാണ് പഠിക്കുന്നത്. 3rd സെമിസ്റ്ററിലും 4th സെമിസ്റ്ററിലും എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആ സബ്ജക്റ്റിൻ്റെ വിക്കിപീഡിയ ഹെഡ്ലൈൻസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രം വായിച്ചിട്ടാണ് പോയത്. ബട്ട് ഐ സ്പെൻഡ് ടൈം വിത്ത് ജനറൽ പേപ്പർ. അങ്ങനെ എനിക്കൊരു 84+ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 120 130 കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് JRF ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇതായിരിക്കണം ജനറൽ പേപ്പറിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഞാൻ അതിനാണ് ഇത്രയും സമയമെടുത്തത്. ഓൾറൈറ്റ്, പിന്നെ എങ്ങനെ ഈ സിലബസ് കവർ ചെയ്യാം? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോക്കസ് ഓൺ ദി നേച്ചർ ഓഫ് ദി എക്സാം. സിലബസ് മുഴുവൻ ഡെപ്തിൽ കവർ ചെയ്യാനല്ല, ബ്രാഞ്ചിങ് ഔട്ട് മെത്തേഡ് യൂസ് ചെയ്യുക. ഒരു യൂണിറ്റിൻ്റെ അടിയിൽ ഒരു ഹെഡിങ്ങിൻ്റെ അടിയിൽ ഒരു സബ് ടോപ്പിക്. ആ സബ് ടോപ്പിക്കിനെ നിങ്ങൾക്ക് എത്ര കൺസെപ്റ്റ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് മൈ ബ്രാഞ്ചിങ് ഔട്ട് മെത്തേഡ്. ഓക്കെ, ജയിലുകളിൽ നമുക്കൊരു ബ്രാഞ്ചിങ് ഔട്ട് മെത്തേഡാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയാം. ഫോക്കസ് ഓൺ ദ നേച്ചർ ഓഫ് ദി എക്സാം ഈസ് ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാം. സിലബസിനെ ആ രീതിയിലാണ് കവർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. PYQയിൽ സ്ഥിരം വരുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി അങ്ങനെയും ഒരു അപ്രോച്ച് ഉണ്ടാവുക. ക്രിയേറ്റ് എ പ്ലാൻ. ഓക്കെ, ഒരു പ്ലാൻ വേണം. ഞാൻ ഈ വീക്ക് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. ബ്രാഞ്ച് ഔട്ട് ചെയ്ത് എഴുതി വെക്കും. എൻ്റെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ വലിയൊരു പീസ് ഓഫ് പേപ്പറിൽ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യും. ആ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ നിങ്ങളൊന്ന് പഠിച്ചും പോവുക. ഓക്കെ, നിങ്ങൾ ആ ഒരു ടോപ്പിക് എന്താണെന്ന് നോട്ട് വായിച്ച് ഒന്ന് കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഒരു വീഡിയോ കണ്ടിട്ടൊരു കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഡിവൈഡ് ടോപ്പിക്സ് ബൈ ദെയർ നേച്ചർ. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാഞ്ചിങ് ഔട്ട് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കവർ ദി എൻറ്റയർ സിലബസ്. ഓൾറൈറ്റ്, വളരെ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെ റിവൈസ് ചെയ്യാം? ഒന്ന് റിവിഷൻ ബൈ ഡൂയിങ് മെത്തേഡാണ്. നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. മാത്സും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു 20 മാർക്കാണ് വരുന്നത്. 20 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഡൂയിങ്. അതുപോലെ തന്നെ വെൻ ഡയഗ്രാം, മാത്ത്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ DI, പിന്നെ അതുപോലെ തന്നെ ഏതാണ് വരുന്നത്? വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം ഈസ് ഓൾസോ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്നതാണ്. അതൊക്കെ
നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ മാത്സിൽ വരുന്ന സീരീസ് അതൊക്കെ റിവിഷൻ ബൈ ഡൂയിങ് ആണ്. അത് അങ്ങനെ റിവൈസ് ചെയ്യുക. റിവിഷൻ ബൈ കണക്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ, ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന സമയത്ത് കുറേ കണക്ഷൻസ് വരും, സബ് ടോപ്പിക്സ് തമ്മിൽ കണക്ഷൻ വരും, യൂണിറ്റ് 1 സാധനം യൂണിറ്റ് 5 സാധനം തമ്മിൽ കണക്ഷൻ വരും. പിന്നെ നിങ്ങൾ ആ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അടിയിൽ വീണ്ടും സബ് ടോപ്പിക്സ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് സ്വയം ഇങ്ങനെ ചാർട്ട് നിങ്ങൾ റൂമിൽ മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇതിൻ്റെ പുറകിലുള്ളത് എന്താണ്, ഇതിൻ്റെ പുറകിലുള്ളത് എന്താണ്, ഇതിൻ്റെ പുറകിലുള്ളത് എന്താണ്, ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താണ്, ഈ ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പല കൺസെപ്റ്റുകളും അങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ സിലബസ് മൊത്തം കവർ ചെയ്യാനായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണം എന്നില്ല. നൗ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ബിക്കോസ് എവറി കോൺസെപ്റ്റ് ഈസ് ഇൻ വൺ വേ ഓർ ദി അതർ റിലേറ്റഡ് ടു അനദർ തിങ് അല്ലേ. ഇപ്പോൾ തിയറികൾ എടുക്കുകയാണെങ്കിൽ ഒരു തിയറി മറ്റൊരു തിയറിയും തമ്മിൽ റിലേഷൻ ഉണ്ടാവും. ഒരു തിയറിയുടെ പോരായ്മയായിരിക്കാം മറ്റൊരു തിയറി കൊണ്ട് സോൾവ് ചെയ്യുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫീൽഡിലായിരിക്കും നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുന്നത്. ഓൾറൈറ്റ്, മറ്റൊരു കാര്യമാണ് റിവിഷൻ ബൈ സോൾവിങ്. എന്താണ്? MCQs ആൻഡ് PYQs. കൂടുതൽ സോൾവ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. റിവിഷനിൽ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിന് ആദ്യം വേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് നോട്ട്സും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൾറൈറ്റ്, പിന്നെ ഇനി നിങ്ങൾക്കൊരു ടു ഡു ലിസ്റ്റ് ഞാൻ തരികയാണ്. കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു എന്താണ്, എത്ര ദിവസം പഠിക്കണം, എത്ര സമയം പഠിക്കണം? 4 hours മിനിമം പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, ഇതുപോലെയുള്ള ഈ ഒരു ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് പല സ്പീഡിലിട്ട് കേൾക്കാം. ഒരു ദിവസം രാവിലെ നിങ്ങളൊരു 1 മണിക്കൂർ കേൾക്കുകയാണെന്ന് വിചാരിക്കുക. രാവിലെ എണീറ്റ് ഒരു 1.5 മണിക്കൂർ കേൾക്കുകയാണ്. നിങ്ങൾക്കൊരു 3-4 ക്ലാസ്സുകൾ കണ്ടു തീർക്കാം. ചെറിയ ഷോർട്ട് നോട്ടും അതിൻ്റെ ഒപ്പം ഉണ്ടാവും. ഷോർട്ട് നോട്ട്സ് നിങ്ങൾ എടുത്തു വെക്കുക. ഈ പറഞ്ഞ ബ്രാഞ്ചിങ് ഔട്ട് മെത്തേഡ് നിങ്ങൾ ചെയ്തു പോവുക. ഉച്ചയ്ക്ക് ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യുക, രാത്രിയും ചെയ്യുക. എന്നിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, മിനിമം അത്രയും സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജനറൽ പേപ്പറിന് 100 മാർക്ക് ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. പക്ഷേ ആ 100 മാർക്കിലെ 80-90 മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. സബ്ജക്ട് പേപ്പറിൽ 200 മാർക്കിൽ 200 മാർക്ക് വാങ്ങാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ 180 മാർക്ക് വാങ്ങാൻ നമുക്ക് പറ്റില്ല. ഒരുപക്ഷെ 170 മാർക്ക് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടായിരിക്കാം. സബ്ജക്ട് പേപ്പറിൽ നമുക്ക് 120 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. 60% കിട്ടിയുള്ളൂ. 200-ൽ 120 എന്ന് പറഞ്ഞാൽ 100-ൽ 60ആണ്. 60% കിട്ടിയുള്ളൂ. എങ്കിലും ജനറൽ പേപ്പറിൽ നിങ്ങൾക്ക് 80+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഉറപ്പിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ദി സ്ട്രാറ്റജി. നിങ്ങൾക്ക് എന്ത് ഉറപ്പിക്കാം? JRF തന്നെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റിവിഷൻ. മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക. മെമ്മറി ടോപ്പിക്സ് ഫസ്റ്റ്. പലരും വിചാരിക്കുന്ന കാര്യമാണ് അതൊക്കെ ഓർത്ത് വെക്കേണ്ട സാധനങ്ങൾ, അവസാനം പഠിച്ചാൽ അങ്ങ് ഓർത്തിരിക്കും. ഇല്ല, നിങ്ങൾ ആദ്യമേ പഠിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഓർക്കും. അവസാനം ഈ മെമ്മറി സാധനങ്ങളെല്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കത്തില്ല. ഓക്കെ, തിങ്ക് ആൻഡ് അഫേം യുവർ ലാർജർ ഡ്രീം. ഓക്കെ, നിങ്ങളുടെ ലാർജർ ഡ്രീം എന്താണ്? നെറ്റ് ക്ലിയർ ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുക എന്നുള്ളതല്ല, ഒരു അക്കാഡമിക് ആവുക എന്നുള്ളതാണ്. അക്കാഡമിക് ലൈഫിൻ്റെ അത്രയും നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഒരു ഓഫീസിലും കിട്ടാൻ പോകുന്നില്ല, ഒരു ജോബിലും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അത് നിങ്ങളാണ് ഒരു ക്ലാസ് റൂമിൻ്റെ ലീഡർ. അവിടെ ഒരു CEO വരാൻ പോകുന്നില്ല, ഒരു മാനേജറും വരാൻ പോകുന്നില്ല, നിങ്ങളോട് ഇങ്ങനെ ക്ലാസ് എടുക്കുമെന്ന് പറയാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ റിസർച്ച് ചെയ്യാവുള്ളൂ, ഇന്ന പുസ്തകം എഴുതാവുള്ളൂ, ഇന്ന പുസ്തകം വായിക്കാവുള്ളൂ, ഇന്ന ആർട്ടിക്കിളെ നിങ്ങൾ എഴുതാവുള്ളൂ എന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾ PGക്ക് പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോടുകൂടി പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവാണ് അല്ലേ. ക്രിയേറ്റീവാണ് നമ്മളുടെ ലെവൽസ് ഓഫ് ലേണിംഗ്, ലെവൽസ് ഓഫ് ടീച്ചിങ്ങിലൊക്കെ പറയുമ്പോൾ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് പ്രൊഡ്യൂസിങ് എ വർക്ക് എന്നുള്ളത്. ആർട്ട് മാത്രമല്ല, നമ്മളിപ്പോൾ അക്കാഡമിക്കലി നോക്കുമ്പോഴും വി ആർ ക്രിയേറ്റിംഗ് സംതിങ്, വി ആർ റിസർച്ചിങ് സംതിങ്, മീൻ വി ആർ ക്രിട്ടിക്കലി അനലൈസിങ് സംതിങ്, വി ആർ ഡൂയിങ് സംതിങ് ഒറിജിനലായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു മേഖലയാണിത്. അതേസമയം നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയിലോ ഈവൻ ഒരു ഇപ്പോൾ PSC ഓഫീസിൽ നിങ്ങൾ പോയി വർക്ക് ചെയ്യുന്നവരെ എനിക്കറിയാം. ഇപ്പോൾ PhD ഒക്കെ കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ PSC ഓഫീസിൽ പോകും. PSC ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഈ ഫയലുകളാണ് നോക്കുന്നത് അല്ലേ. അവിടെ എന്ത് ക്രിയേറ്റിവിറ്റി, അവിടെ എന്ത് ഒറിജിനാലിറ്റി ആണുള്ളത്. അതേസമയം ഒരു അക്കാഡമിക് കരിയറിൽ ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഒറിജിനാലിറ്റി. ഓക്കെ, നിങ്ങൾ യൂത്തിൻ്റെ ഒപ്പം ആയിരിക്കും എപ്പോഴും എല്ലാ സെമിസ്റ്ററും ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്രയും വെക്കേഷൻ ഉള്ള ഒരു ജോബ് വേറെ ഇല്ല. ഓണം വെക്കേഷൻ ഉണ്ട്, ക്രിസ്മസ് വെക്കേഷൻ ഉണ്ട്, ഓരോരോ അവധികളുണ്ട്. അതുകൂടാതെ സമ്മർ വെക്കേഷൻ ഉണ്ട്.
ഇതൊന്നും നമുക്ക് മറ്റൊരു ജോലിയിലും ഉള്ളതല്ല. അപ്പം അക്കാഡമിക് ഫ്രീഡം, പ്രൊഫഷണൽ ഫ്രീഡം, പിന്നെന്താണ്, നിങ്ങൾക്ക് ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യാനില്ല, നിങ്ങൾക്ക് പോർഷൻ എടുത്ത് തീർത്താൽ മതി. അല്ലാതെ ഫിനാൻഷ്യൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനോ ഇത്ര ഫയലുകൾ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ലാർജർ ഡ്രീം, അക്കാഡമിക് കരിയർ വേണം, പ്രൊഫസർ ആയിരിക്കണം, നിങ്ങൾ അത് അഫേം ചെയ്യുക, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പേരിൻ്റെ ഒപ്പം ഒരു പ്രൊഫസർ എന്ന് വെച്ചിട്ട് സ്വയം ആലോചിക്കുക. കാരണം അങ്ങനെ സ്വപ്നം കാണുന്നവർക്ക് മാത്രമാണ് ഈ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ പെട്ടെന്ന് കടന്നു പോകാൻ പറ്റുള്ളൂ. ഈ നെറ്റ് എന്നുള്ളത് വലിയൊരു ലക്ഷ്യമായിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലാർജർ ഡ്രീമിലേക്ക് പിന്നെ നിങ്ങൾ എപ്പോൾ എത്താനാ? ലാർജർ ഡ്രീമിൻ്റെ ഒരു ചവിട്ടുപടി മാത്രമാണ് നെറ്റ് എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നെറ്റ് വിൽ ബി ഈസിയർ, യു വിൽ ബി മോർ കോൺഫിഡൻറ്റ്. ഓക്കെ, നമുക്കിവിടെയുള്ള ടോപ്പിക്സ് ഞാൻ പറയാം. നമുക്കിത് ജനറൽ പേപ്പറിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹോം സയൻസ് ഉണ്ട്, മാനേജ്മെൻറ്റും ഉണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, MBA കഴിഞ്ഞവർക്കുള്ളത്. അഡ്മിഷൻസ് ഓപ്പൺ ആണ് ഫോർ ജൂൺ എക്സാം ക്രാഷ് ബാച്ച്. ജൂൺ എക്സാമിൻ്റെ ക്രാഷ് ബാച്ച് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് പാസ്സാവുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ കോച്ചിങ് ഉണ്ടായിരിക്കും, JRF കിട്ടുന്നത് വരെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള സ്റ്റുഡിയോ ക്വാളിറ്റിയിലുള്ള ഹൈ ഡെഫിനിഷൻ ആപ്പ് ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ ഒക്കെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാം. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, PDF നോട്ട്സ് ഉണ്ടായിരിക്കും, മോക്ക് എക്സാംസ് ഉണ്ടാവും. മോക്ക് എക്സാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിച്ച കാര്യം കറക്റ്റ് ആണോ? ഇന്നത്തെ കാലത്ത് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിലുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിലേത് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഡെമോ ക്ലാസ്സുകളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കിട്ടും. അപ്പോൾ നമുക്കിനിയുള്ള 50-60 ദിവസം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈഫ് ടൈം ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട് നടക്കാൻ പോകുന്ന, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് മിനിമം 4 hours വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.